അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസൈബ ജനാലക്കരികിൽ ഇരിക്കുന്നു. പെയ്യുന്ന ഓരോ മഴത്തുള്ളികളും അവളുടെ കണ്ണീരാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. റബ്ബേ, ഒരു കാലത്ത് ഇതുവഴി ഒരുപാട് നോക്കിയിരുന്നതാണ് തൻ്റെ ഫൈസൽക്കയെ. അതെ റബ്ബേ, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ? അവൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. മക്കളെ, അത് മറ്റാരുമായിരുന്നില്ല, ഉപ്പയായിരുന്നു. പാവം, മഴയത്ത് പണിയെടുത്ത് കൈക്കോട്ട് കഴുകുകയായിരുന്നു ഉപ്പ. ഒരിക്കൽ പോലും നുസൈബ ആ ഒരു രീതിയിൽ അങ്ങോട്ട് വന്നത് ഉപ്പാക്കറിയില്ല. മക്കളെ, എവിടെ നിങ്ങൾ? മക്കൾ ഓടിയെത്തി, കൂടെ നുസൈബയും. ഉപ്പ! ആ ഒരു വിളി കേട്ട് ഉപ്പ തിരിഞ്ഞു നോക്കി. പഠിച്ചോനെ, എൻ്റെ കുട്ടിയോ? എൻ്റെ മോൾ എപ്പോഴേ വന്നു? ഉപ്പാക്ക് ഞാൻ വിളിച്ചില്ലേ? അത് ശരി, ഇപ്പം പണിസ്ഥലത്തേനേ. ഉപ്പ ഇങ്ങോട്ട് കയറിയിരുന്നോളി. എൻ്റെ പൊന്നു മോളെ ഇങ്ങോട്ട് നോക്കാജ്. അരേ കീപ്പിട്ട് മുഴുവനും ചളിയാണ്, ചളിയും വെള്ളക്കാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് കയറി നിന്നാലേ ഇമ്മ തോത്തി തുടച്ചുണ്ടാക്കിയ സ്ഥലമൊക്കെ ആകെ ചളിയാവളെ. ഉപ്പ ഇതാ ചായ എന്ന് പറഞ്ഞ് അവൾ ഉപ്പാക്ക് ചൂടുള്ള കട്ടൻ ചായ കൊണ്ടുപോയി കൊടുക്കുന്നു. പൊന്നു മോളെ, ഇപ്പാൻ്റെ കുട്ടി പുകലിലിട്ട് അവിടെ ഒന്നും വെള്ളം ഉണ്ടാവും, അതൊക്കെ ചോർന്നൊലിക്കാണ്. ഉപ്പ ഇതാ എൻ്റെ കുട്ടി എന്താ, ഞാൻ അവിടെ പോയി കുടിച്ചോളേ, പണിയൊക്കെ ഒന്ന് കഴിയട്ടെ. ചൂടുള്ള ചായ ഉപ്പയുടെ നേരെ അവൾ നീട്ടി. ഉപ്പ അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കുടിച്ചു. എൻ്റെ കുട്ടിൻ്റെ കൈ കൊണ്ടൊരു ചായ കിട്ടിയത് എത്ര ദിവസമായി. ഉപ്പ എന്നാൽ കയറിക്കോളി, കയ്യും കാലൊക്കെ. മോളെ, ഉപ്പ അപ്പുറത്ത് പോയി കുളിച്ച് വരാം. ഉപ്പ നേരെ കിണറ്റിൻകരയിലേക്ക് പോയി വെള്ളം കോരി കുളിച്ചു. ഉമ്മ, ഉപ്പാക്ക് എന്താ പൈപ്പിൽ വെള്ളം പറ്റൂലേ? പറ്റായിട്ടല്ലടി, അതങ്ങനെ ശീലമായില്ലേ. അതങ്ങനെ ശീലമായതുകൊണ്ട് തന്നെ അത് ഒരു പൂതിയാണ്. കിണറ്റിൽ വെള്ളം കോരി അങ്ങനെ തലയിൽ കൂടെ പാരുന്നത് അത് റാഹത്താണെന്ന് പറയും. മോട്ടറും പൈപ്പൊന്നും ഇല്ലായിട്ടല്ലല്ലോ. ഉപ്പ അങ്ങനെയാണല്ലോ അമ്മ. ആയിക്കോട്ടെ, ഓരോരുത്തരുടെ ശീലം മാറ്റണ്ട. അല്ലെങ്കിലും സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ചാണല്ലോ അസുഖങ്ങളും കൂടുന്നത്. മോളെ ശരിയാണ്, ഉപ്പാക്ക് ഇപ്പോൾ കുറേ ഒരു കുറവുണ്ട്. മറ്റേത് ഓരോ ഇതായിരുന്നു, ഇപ്പോൾ കുറേ മാറ്റമുണ്ട്. പിന്നെന്ന് വെച്ചാൽ എൻ്റെ കാര്യത്തിലൊക്കെ സമാധാനമാണല്ലോ. അല്ലെങ്കിലും ബാപ്പാർക്കും ഉമ്മാർക്കും മക്കളുടെ കാര്യത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ ഓൾക്ക് അസുഖം കുറേ കുറയും. ഇത് മക്കളുടെ കാര്യത്തിൽ സമാധാനം ഇല്ലെങ്കിൽ ഭയങ്കര വിഷമം ഉമ്മാക്കും ഉപ്പാർക്കും ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ളതിനെ. മനസ്സിക്കൊരു സമാധാനം വേണ്ടേ? ഇപ്പം അൽഹംദുലില്ലാ എല്ലാം കൊണ്ട് റാഹത്തല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പം ഉപ്പാക്ക് യാതൊരു രീതിയിലെ കുഴപ്പമില്ല. ഇപ്പം ദിവസം പണിക്കും പോകണ്ട. മഴയുള്ള ദിവസം ഞാൻ പറയും നിങ്ങൾ ഈ മഴയുള്ള ദിവസം പോകണ്ടാന്ന്. പക്ഷേ ഉപ്പ അത് കേൾക്കൂല. ഉപ്പ പറയും അതെന്താടി, വെയിലും മഴയൊക്കെ കൊള്ളാനുള്ള തന്നെയല്ലേ, വെയിലും മഴയൊക്കെ കൊണ്ടാൽ തന്നെയല്ലേ ആരോഗ്യം നമുക്ക് ഉണ്ടാവുള്ളൂ. ഞാൻ പറയും പനി പിടിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ എവിടെ. അല്ലെങ്കിലും മോളെ, ഇപ്പം പണ്ടൊക്കും പണ്ടേ വെയിലും മഴയും കൊണ്ട് പണിയെടുക്കണ ആളല്ലേ. നുസൈബ ഒരു നിമിഷം ഉപ്പയെ വിചാരിച്ചു. പാവം, എൻ്റെ ഉപ്പ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അല്ലാ, ഞങ്ങളെ കുടുംബത്തിന് വേണ്ടിയിട്ട്. റഹ്മാനെ, പാവം എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളുന്ന ഈ ഒരു തണൽ. ഒരു നിമിഷം നുസൈബ അത് വിചാരിച്ചു. കുളി കഴിഞ്ഞ് ഉപ്പ അകത്തേക്ക് കയറി വേഗം നിസ്കാരപ്പായിലേക്കാണ് ചെന്നത്. നിസ്കാരം കഴിഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് ചെന്നിരുന്ന് നുസിയെ വിളിച്ചു. മോളെ നുസിയെ, ഉപ്പാൻ്റെ കുട്ടി ഇവിടെ ഒന്ന് വന്നാണ് കണ്ടാട്ടെ. ഉപ്പ നിറവേറുമായി വരുന്ന തൻ്റെ മകളെ കണ്ടപ്പോൾ ആ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. കുട്ടി ഇവിടെ ഇരിക്കി, ഉപ്പാൻ്റെ കുട്ടി ഇവിടെ ഇരുന്നാണ്. എന്തൊക്കെ എൻ്റെ കുട്ടിക്ക് സുഖല്ലേ? അല്ല, എന്ത് ഷാമോൻ എന്ത് വേഗം പോയത്? ഓനല്ല, ഓനിപ്പോൾ എവിടെ നിൽക്കുക? ഓലൊക്കെ ഉമ്രക്ക് പോയതല്ല, അവിടെ ഇല്ലല്ലോ. ഓനോട് വരാൻ പറയും ഇങ്ങോട്ട്. മോൾക്ക് വിളിക്കാൻ മടിയാണ്, ഇങ്ങോട്ട് തരി, ഇപ്പം വിളിച്ചോളാം. ഉപ്പ അത് വേണ്ട. അതെന്താ കുട്ടിയെ? ഉപ്പ അത് ഷോപ്പൊക്കെ അടിച്ച് വരുമ്പോൾ ഒരുപാട് ടൈമാകും. അതിനെന്താ, പിന്നെ അവിടെ ഒറ്റക്ക് കിടക്കേ? അതൊന്നും വേണ്ട. ഓനങ്ങോട്ട് വിളിച്ചോ വരാൻ കേട്ടോ, നമുക്ക് എന്താ വെച്ചാൽ കൊണ്ടുവച്ച. ഉപ്പ അതൊന്നും വേണ്ട. പെട്ടെന്ന് അതാ ഉമ്മ അങ്ങോട്ട് കയറി വന്നു. നുസൈബയുടെ മുഖത്തേക്ക് നോക്കി അവളൊന്നും പറയരുതെന്ന് ആംഗ്യം കാണിച്ചു. വേണ്ടെന്ന്. എന്നാലും
ഉപ്പ പറയുവാൻ തുടങ്ങി. എന്നാലും എൻ്റെ കുട്ടി അൽഹംദുലില്ലാ രക്ഷപ്പെട്ടല്ലോ. അതാണ് മോളെ പറഞ്ഞത്, നമുക്ക് ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ജീവിതം കിട്ടും. എൻ്റെ കുട്ടി ക്ഷമിച്ചുകൊണ്ട് അതിനേക്കാളും നല്ലൊരു ജീവിതം ഇപ്പോൾ കിട്ടി. അൽഹംദുലില്ലാ, പടച്ച റബ്ബിനോട് സ്തുതി പറഞ്ഞോളി. അല്ല, ആശുപത്രിക്ക് കാണിക്കാനുള്ള ഉപ്പ അടുത്ത ആഴ്ചയാണ് കാണിക്കാനുള്ളത്. ആയിക്കോട്ടെ, അതൊക്കെ റാഹത്താവും, ഒരു പേടിയും പേടിക്കണ്ട കേട്ടാ. എൻ്റെ കുട്ടി ആ കാര്യത്തിൽ ഒന്നൊരു പേടിയും പേടിക്കണ്ട അല്ലേ എടീ? ഒന്ന് പറഞ്ഞു കൊടുത്താ. ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓളിന് ഡോക്ടറല്ലേ, ഡോക്ടർ വിഭാഗം പഠിക്കുന്ന കുട്ടികളല്ലേ, ഓൾക്ക് തന്നെ അറിയാലോ അതിനെക്കുറിച്ചൊക്കെ. ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. അതന്നെ, എൻ്റെ കുട്ടിയെ ഡോക്ടറാകുകയാണല്ലോ. ഓഹ്, കൂലിപ്പണിക്കാരനായ ലത്തീഫിൻ്റെ മോള് ഒരു ഡോക്ടറാകുക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവില്ല. ആരെങ്കിലും അത് അംഗീകരിക്കുമോ? അതെന്താ, അങ്ങനെയൊന്നുമില്ലല്ലോ. പഠിപ്പുള്ള കുട്ടികൾക്ക് എന്തും ആവാലോ. പഠിപ്പും കുറച്ച് പണം ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഓൾക്ക് നേടിയെടുക്കാൻ കഴിയും. പഠിപ്പിൻ്റെ കാര്യത്തിൽ എൻ്റെ കുട്ടി ഉഷാറാണ്. പണം പിന്നെ ഐഷുമ്മ തന്നതല്ലേ. എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാനുള്ള പണമൊക്കെ ഐഷുമ്മ തന്നാണ് മോളെ. എൻ്റെ പൊന്നു മോൾ ഡോക്ടറായി ഇറങ്ങുന്ന സമയത്ത് ആദ്യം കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം കൊടുക്കേണ്ടത് നിങ്ങളെ ഉമ്മാക്കാണ് കേട്ടോ, ഐഷുമ്മക്കാണ്. ഐഷുമ്മ പഠിച്ചോനെ, ഞാൻ കണ്ടതിൽ വെച്ച് നല്ലൊരു സ്ത്രീയാണത്. കാരണം കാരുണ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ദയൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരാൾക്ക് സ്വതക്ക നൽകുന്ന കാര്യത്തിലാണെങ്കിലും ഐഷുമ്മയോളം വരില്ലല്ലോ അല്ലേ. ഉപ്പയുടെ ആ ഒരു വാക്ക് ഇടുത്തിയ പോലെയാണ് നുസൈബയുടെ നെഞ്ചിലേക്ക് തറച്ചത്. റബ്ബേ, ശരിയാണ്, എല്ലാമായിരുന്നു ഉമ്മ. പക്ഷെ ഉമ്മയെ മറച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തത് വല്ലാത്തൊരു അപരാധമായി പോയി. ഉമ്മാൻ്റെ കുട്ടി ഡോക്ടറായാലും ഇനിയിപ്പോൾ കലക്ടറായാലും വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ. അതെനിക്ക് പറയുള്ളൂ. നമ്മളൊരു വന്ന വഴി ഉണ്ടാകും, അതൊരിക്കലും നമ്മൾ മറക്കാനേ പാടില്ല. അത് മറന്നു കഴിഞ്ഞാലേ, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ബഹുമാനിക്കണം, സ്നേഹിക്കണം. അവരെന്താ പറയണത് അതിനനുസരിച്ച് തെറ്റായതൊന്നും ഓല് പറയില്ല. അവർ ആലോചിച്ചിട്ട് നന്മ മാത്രമേ പറയുള്ളൂ. ഉമ്മാരും ഉപ്പാരും അങ്ങനെയാണ്, തെറ്റുകൾ ഉപദേശിച്ചു കൊടുക്കൂല മക്കൾക്ക്. സ്നേഹമുള്ള ദീനീബോധമുള്ള ഉമ്മാരും ഉപ്പാരാണെങ്കിൽ നല്ലത് പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാലോ നമുക്ക് അതിലേറെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. ഒരു നിമിഷം നുസൈബ അത് വീണ്ടും ചിന്തിച്ചു. അതെ, ഉമ്മയുടെ വാക്ക് കേൾക്കാതെ ഞങ്ങളൊരു പെണ്ണിനെ നിർത്തി. എന്നാൽ റബ്ബേ, എല്ലാം തകിടിൽ മറിഞ്ഞ പോലെ ആയിക്കണല്ലോ ഞങ്ങളുടെ ജീവിതം. ഷാമോൻ എന്തു പറ്റി? നുസൈബക്ക് ബലമായ സംശയം മറ്റൊന്നുമല്ലായിരുന്നു. അതെ, ഷെറീനത്ത തലേ ദിവസം ഫുഡ് കൊണ്ടേ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാനില്ലാത്തപ്പോൾ നിർബന്ധിച്ച് കഴിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. സ്നേഹം കൊണ്ടാണെന്ന് പാവം ഷാമോൻ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്തോ ഒരു ചതി അതിൽ ഉണ്ടെന്ന് തോന്നുന്നു. പഠിച്ചോനെ, എൻ്റെ ഭർത്താവിനൊന്നും സംഭവിക്കരുതേ. അപ്പോഴും അവൾ മനസ്സിൽ അത് വിചാരിച്ചു. ഉമ്മ പലവട്ടം പറയട്ടെ എന്ന് വിചാരിച്ചു. അതേ, നിങ്ങളെ മോള് അവിടെ പാതി വഴിയിലായിരുന്നു. അത്രയും വലിയ ലഗേജ് ഇട്ടിട്ടാണ് ഓന് അവിടെ ആക്കി പോയത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഗർഭിണി 8-ാം മാസമായ പെണ്ണിനോട് കാട്ടിയത് ശരിയാണോ ഓനെ? അത് പറയട്ടെ എന്ന് ഉമ്മ പലവട്ടം ചിന്തിച്ചു. പക്ഷേ ഷമ്മാസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ഇത് എന്താണാവോ? എന്നാലും ഉമ്മയുടെ മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു. മോളെ, എന്നാലും ഓൻ ചെയ്ത ഒരു പണിയില്ലേ, ഓനെക്കുറിച്ച് ഞാൻ അങ്ങനെയൊന്നുമല്ലായിരുന്നു വിചാരിച്ചിരുന്നത്. ഉമ്മ, എൻ്റെ കുട്ടീനെ ഏതായാലും ഫൈസൽ കുറേ കഷ്ടപ്പെടുത്തി. കുറേ എന്ന് വെച്ചാൽ കുറച്ചൊന്നല്ല, കുറേ അനുഭവിച്ചിരിക്കണം എൻ്റെ കുട്ടി. എന്തൊക്കെയായിരുന്നു. ഒരു ദിവസം ഓൻ അതേപോലെ കൊണ്ടുവന്നാക്കിയാണ് പോകുന്നത്. ഈ എങ്ങനെ അങ്ങോട്ട് നോക്കി എന്നല്ലാതെ എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ഞാൻ കുറേ സങ്കടപ്പെട്ടിരുന്നു. പഠിച്ചോനെ, ഞാൻ എന്നോട് പറഞ്ഞത് ഓർമ്മല്ലേ? മോളെ, എന്ത് കരുതിയിട്ട് അവിടെ നോക്കി നിൽക്കണേ? ഓൻ വരൂല ഇനിന്ന്? വന്നോ? വരൂല. ഇപ്പതാ ഇവന് ഗർഭിണിയാക്കി കൊണ്ടുവന്നിട്ടിക്കണ് പാതി വഴിയിൽ. എന്താ ഇവരൊക്കെ ചിന്താന്നാവോ? ഉമ്മ പൊട്ടിത്തെറിക്കുകയാണ്. ഉമ്മ, വേണ്ട ഉമ്മ, ഷാമോനെ കുറിച്ച് അങ്ങനെ പറയണ്ട ഉമ്മ. പിന്നെടി, ഓൻ കാട്ടിയ പണി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇനി വേണ്ട, 8 മാസമല്ല, ഒരു 5 മാസമായി തന്നെ അങ്ങനെ ഇട്ട് പോകാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഓൻ്റെ കുട്ടിയല്ലേ എൻ്റെ വയറ്റിൽ കിടക്കണത്, അതും മറന്നോ? എന്താന്നില്ലേ ഓലിങ്ങനെ മാണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടി പോവുക. എൻ്റെ കുട്ടീൻ്റെ ജീവിതം വെച്ചാണ് ഓല കളി. സത്യം പറഞ്ഞപ്പോൾ
എനിക്ക് അങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ പൂതില്ലേനു കല്യാണത്തിനൊന്നും. അതിനേക്കാളും നല്ലത് ആ ഹുസൈനാജിൻ്റെ മോനെ കൊണ്ട് അങ്ങോട്ട് കെട്ടിക്കായിരുന്നു. മൂപ്പര് തന്ത കുറച്ച് ഓവറാണെങ്കിലും നല്ലൊരു ചെറുക്കനായിരുന്നു ആ അസ്കർ. അതൊക്കെ ഇല്ലാതെ ഇതിമ തന്നെ കൂടി. ഉമ്മ നിങ്ങൾ എന്തുമ്മ പറയണത്? ഉമ്മങ്ങൾ അങ്ങനെയൊന്നും പറയില്ല. ഞാൻ ഒരിക്കലും ആലോചിക്കാൻ കൂടി കഴിയണില്ല എനിക്ക് അങ്ങനെയൊന്നും. നിങ്ങൾ ഒരിക്കലും ഉമ്മ അങ്ങനെയൊന്നും പറയില്ലേ. പിന്നീട് ഓൻ കാട്ടണതോ? ഉപ്പ പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നു. എന്താടി അവിടെ ഒച്ചപ്പാട്? എന്തടി നുസ്രത്തെ, എന്താ ഈ പറയണത്? മോളെ എന്താ ചീത്ത പറയണത്? ഒന്നുമില്ലക്ക. ഉമ്മ ഉപ്പാനോട് പറയണ്ട പ്ലീസ്. പിന്നെ മറച്ചു വെക്കുക? ഇതെന്താ മറച്ചു വെക്കണതാ? അതെ, നിങ്ങൾക്ക് കേൾക്കണോ? ഇന്ന് ഷമ്മാസ് ഇവളായിട്ട് വന്നുകാണ്ടേ അവിടെ ആ പഠിക്കലിട്ട് പോയിക്കണ് ഓളെയും വലിയൊരു ബാഗും. എന്നിട്ട് ഓള് നിങ്ങൾക്ക് വിളിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഉപ്പാക്ക് വിളിച്ചിരുന്നല്ലോ ഓള്. ആ ഓള് വിളിച്ചിരുന്നു. അപ്പം ഞാൻ പണിസ്ഥലത്തായിരുന്നു. എന്തിയേ? അല്ല, എൻ്റെ കുട്ടിക്ക് ആ ബാഗ് പൊന്തിച്ചാൻ കയ്യായിട്ട് കാൽമലും ശരീരത്തിലൊക്കെ നീര് വന്നിട്ടേ നടക്കാനും ഇതിനും കയ്യായിട്ട് അവിടെ ഇട്ട് പോയിക്കാണ്. അവിടെ ഇട്ടിട്ടാണ് ഓള് വിളിക്കണത്. എന്നിട്ട് ഞാൻ ഓടി ചെന്നു. അല്ല, എനിക്ക് എൻ്റെ കുട്ടിയെ വേദന ഉണ്ടാവും. ഞാൻ പെറ്റതാണ് ഓളെ. എനിക്ക് വേദന ഉണ്ട്. അല്ലാതെ എല്ലാവരും കാട്ടുമ്പോൾ എനിക്ക് കാട്ടാൻ പറ്റൂലല്ലോ. ഉമ്മ കരയുകയാണ്. എന്താ ജി പറയണത്? നുസ്രത്തും തെളിയിച്ച് പറയും. ഒന്നുമില്ല, ഇങ്ങളെ മരോൻ ഷമ്മാസേ ഓളെ അവിടെ നിർത്തി ഓളെ ലഗേജും കാര്യമൊക്കെ അവിടെ ഇട്ടിട്ട് ഓൻ പൊയ്ക്കണോന്ന് ഇങ്ങോട്ട് ആക്കി തന്നില്ല എന്നാണ് പറയണത്. ഗർഭിണിയായ ഒരു പെണ്ണല്ലേ, അല്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഓൻ കാട്ടാൻ പാടുണ്ടോ? ഇജെന്തടി പറയണത്? ആ നിങ്ങൾക്ക് അറിയായിട്ടാണ്. മോളെ നുസിയെ, ഇപ്പാൻ്റെ കുട്ടി സത്യമാണോ പറയണത്? ഇതൊക്കെ ഉള്ളതാണോ? ഉപ്പാൻ്റെ കുട്ടി. അവൾ കരയുകയായിരുന്നു. നിങ്ങളെ മോള് കളവ് പറയണ എന്തെങ്കിലും നിങ്ങൾ കേട്ടക്കണോ? ഓള് പറയില്ല. ഞാൻ എന്തൊക്കെ തന്നെ കുത്തിയാലും കാട്ടിയാലും നുള്ളിയാലും എന്ത് തന്നെ ആയാലും ഓളൊരക്ഷരം ഓളെ കുറിച്ച് പറയില്ല. എൻ്റെ കുട്ടി ഒരാളെയും വേദനിപ്പിക്കാറില്ല, ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല. ഓൾക്കത് അറിയില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ആ ഫൈസൽ അത്രയും കാട്ടിക്കൂട്ടി വേറെ പെണ്ണിനെ വരെ കെട്ടി ഓളെ മുന്നേക്ക് കൊടുന്നു. അത്ര എൻ്റെ കുട്ടി വേദന സഹിച്ചിട്ടും ഓള് മിണ്ടിയിട്ടില്ല. ഒരു വാക്ക് ഒന്നും മിണ്ടിയിട്ടില്ല. അതാ ആ ജനാലിലുള്ള കൂടെ അവൾ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. പുറത്തങ്ങനെ നോക്കി നിൽക്കും. ഞാൻ പറയും, പൊന്നു മോളെ ഇങ്ങോട്ട് പോര്, കയറി പോര്, ആരും വരൂല, അങ്ങനത്തെ ആൾക്കാരല്ല എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. ഇപ്പം ഇതിങ്ങനെ ഇജൊന്ന് സബൂറാകിൻ്റെ നുസ്രത്തെ. ഷമ്മാസ് അങ്ങനൊന്നും കാട്ടൂല. ഓൻ അത്രക്കാരനല്ല. ഇജ് എന്തൊക്കെയാണ് പറയണത്? ഓന് വല്ല പ്രയാസം എന്തെങ്കിലുമൊക്കെ നേരിട്ടിട്ടുണ്ടാവും. ഓന് പ്രയാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യണത് ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്ര മാസമായ ഒരു പെണ്ണിനെ അവിടെ ഇട്ട് പോയത് നടക്കാനും കൂടി കഴിയണില്ലേ എന്നോൾക്ക്? കാൽമനോക്കി നീരായിരുന്നു. എടി ഇജ് കാര്യം അറിയാതെ ഇങ്ങനെ സംസാരിച്ചിട്ടെന്താ? എന്തിനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയണത്? ഉപ്പയുടെ ആ ഒരു ഉപദേശം നുസൈബ ദയനീയമായി ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി. മോളെ, ഇപ്പാൻ്റെ കുട്ടി ഇവിടെ വന്നാണ്. നുസൈബയെ കൈ പിടിച്ചു കൊണ്ടുപോയി കൊലായിലെ ആ ബെഞ്ചിൽ ഇരുത്തി. ഉപ്പയും മകളും സംസാരിക്കുന്നു. ഇപ്പാൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ ഓൻ്റെ അടുത്തുനിന്ന്? ഉപ്പ ഒന്നും ഉണ്ടായിട്ടില്ല ഉപ്പ. പിന്നെ എപ്പോഴാണ് അങ്ങനെ? ഉപ്പ അറിയില്ല. എന്നെ കൊണ്ടാക്കി നേരെ വരുമ്പോൾ തന്നെ ആകെ നിയന്ത്രണം വിട്ട രീതിയിലായിരുന്നു. പിന്നെ ഇവിടെ എന്നോട് പറഞ്ഞു മോൾ പോയിക്കോ എന്ന് പറഞ്ഞു. ലഗേജിൻ്റെ കാര്യം ഒന്നും ഓർമ്മ തന്നെയില്ല ഇക്കാക്ക്. സത്യമായിട്ടും പഠിച്ചോനെ, ഷമ്മാസിന് അങ്ങനെ തെറ്റ് പറ്റാറില്ലല്ലോ. ഓനിപ്പോൾ ഇതെന്താ പറ്റിയത്? ഓനൊന്നും പറ്റാറില്ലല്ലോ. ഓൻ്റെ മനസ്സൊക്കെ ഇപ്പോൾ എന്തോ ഒന്ന് കയറി കൂടിക്കണല്ലോ. അതിൻ്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ ഒരു. മോളെ, ഉപ്പാൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും വെറുപ്പ് അങ്ങോട്ടുണ്ടോ? അതോ ഓൻ എന്തെങ്കിലും വെറുപ്പ് കാണിച്ചിനോ എന്നോട്? ഇല്ലുപ്പ, ഒന്നും ചെയ്തിട്ടില്ല. എന്നാ പിന്നെ ശരിയായിക്കോളും. ആണുങ്ങളല്ലേ, പല രീതിയിലുള്ള ചിന്തകളും ഒക്കെ മനസ്സൊക്കെ കാട് കയറി കഴിഞ്ഞാലേ ഓൽക്ക് ടെൻഷനും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് സാരല്ലേ, നമുക്കത് ക്ഷമിക്കുക. ഒന്നും കാട്ടിയിരുന്നില്ലല്ലോ എൻ്റെ കുട്ടിനെ, ഒന്ന് അവിടെ ഇറക്കി പോയി എന്നല്ലേ ഉള്ളൂ. അത് സാരല്ലേ, നമുക്ക് ക്ഷമിക്കുക. അതെ, ഇങ്ങക്ക് പറഞ്ഞാൽ മതി. നുസ്രത്ത് സംസാരിക്കുന്നു. എടി ഇജൊന്ന് അടങ്ങ്. നമ്മളെ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല. സുരക്ഷിതമായി അവളോട് എത്തിക്കണമല്ലോ. എന്തെങ്കിലും പറ്റിയിക്കാണെങ്കിലോ ഒക്കെ. ഇതൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾക്കത് പറഞ്ഞാൽ മതി. ആ ആയുഷ്യം ഉംറക്ക് പോയതോടു കൂടി എൻ്റെ കുട്ടി ഇടങ്ങാറായി. അത് പറഞ്ഞാൽ മതി. അതുണ്ടായതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞയച്ചത്. അതിൻ്റെ സ്നേഹവും കരുതലും അതെങ്ങനെയായിരുന്നു? ആണുങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റൂലേ.
അല്ലെങ്കിൽ ഗർഭിണികളായി കഴിഞ്ഞാൽ പിന്നെ മാപ്പിളർക്കൊക്കെ ഓരോ ചാഞ്ചാട്ടമായിരിക്കും. ഓരോ ഇഷ്ടങ്ങളൊന്നും നടക്കുന്നുണ്ടാവില്ലല്ലോ. അത് ഒന്നും രണ്ടും അല്ല, പല കേസും കണ്ടിക്കണ്. പെണ്ണുങ്ങൾ ഗർഭിണിയാകുമ്പോൾ മറ്റ് പെണ്ണുങ്ങളുടെ ഇഷ്ടം, സ്നേഹം അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല, നിങ്ങൾ വീട്ടിലൊരു വേലക്കാരത്തി ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, ഓളെന്തായിടി? ഓള് പോയോ? ഉമ്മ, അവരൊക്കെ പറഞ്ഞയച്ചു. എനിക്കറിയില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു പെണ്ണിനും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. എന്തൊക്കെ കൊടുത്തിട്ടുണ്ടാവും എനിക്ക് പറയാൻ പറ്റൂല. കാരണം ഓനെല്ലാം കൊണ്ട് ഉഷാറുള്ളൊരു ചെക്കനല്ലേ, കിട്ടിയ കാര്യമാണല്ലോ എല്ലാവർക്കും, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിലും ആണുങ്ങൾ കുറച്ച് സ്മാർട്ട് കൂടിക്കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങൾക്കും ഓല ആവശ്യമായിരിക്കും. മാണ്ടില്ലേനു പഠിച്ചോനെ ഇതൊന്നും. എടിജ് എന്തീ പറയണത്? കല്യാണം കഴിഞ്ഞൊരു കുട്ടിയാകാൻ പോയി നിൽക്കണ ഓലെ കുറിച്ചാണോ ജി പറയണത്? ഉപ്പയുടെ ദേഷ്യത്തോടെയുള്ള ആ ഒരു സംസാരം, അതെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. എൻ്റെ കുട്ടി എടുങ്ങാറാണത്, നിങ്ങൾക്ക് അറിയില്ല. ഉമ്മ തേങ്ങിക്കരഞ്ഞു. നുസ്രത്തെ, ഈ ഒന്ന് സബൂറാക്. എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ആയിരിക്കും, അല്ലാതെ ഓൻ അങ്ങനെ ചെയ്യൂലല്ലോ. ഓൻ നമുക്ക് അറിയണല്ലേ. കണ്ണീരോടാണ് എൻ്റെ കൈ പിടിച്ച് അവന് ഓളെ വാങ്ങിയത്. ഓൻ അങ്ങനെ ഒന്നും ചെയ്യൂല, എനിക്ക് അറിയണല്ലേ. നമുക്ക് ക്ഷമിച്ച് നോക്കുക. കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. മോളെ നുസിയെ, ഇനി അങ്ങോട്ട് വിളിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. വിളിക്കണേ ഇങ്ങോട്ട് വിളിക്കട്ടെ. നമ്മൾ അങ്ങനെ താന്നു കൊടുക്കരുത്. പെണ്ണിൻ്റെ ആൾക്കാരാണ്, പാവങ്ങളെ വിചാരിച്ച് കണ്ട് നമ്മൾ ഓലെ പിന്നാലെ അങ്ങനെ നടക്കുകയും ചെയ്യരുത്. ഉമ്മ, ഇല്ല. പിന്നെ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചാളാ. ഇനി അങ്ങോട്ട് വിളിക്കണേ വിളിക്കട്ടെ, അല്ലാതെ അങ്ങോട്ട് കുറേ ഏമിക്കേണ്ട ആവശ്യമില്ല. ആണുങ്ങളാണ്, വിശ്വസിക്കാൻ പറ്റില്ല. ഓലെ മനസ്സിൽ എന്തൊക്കെ ആർക്കറിയാം. പല സംഭവങ്ങളും പലയിടത്തും കേൾക്കുന്നതാണ്. എന്തായാലും ഇവിടെ എൻ്റെ വാപ്പ ഉള്ളിടത്തോളം കാലം എനിക്ക് പട്ടിണില്ലാതെ ജീവിക്കാം. എൻ്റെ പാപ്പാക്ക് നയിച്ചാൻ വെക്കുന്നിടത്തോളം കാലം എന്നെ നോക്കും, മറ്റവരെ നോക്കണേ പോലെ തന്നെ. വിചാരിച്ച് ഏറൊന്നുമില്ല. ഉമ്മ സങ്കടത്തോടെ കണ്ണീരോടെയാണ് അത് പറഞ്ഞത്. ഉമ്മങ്ങൾ വിഷമിക്കണ്ട. സത്യം പറഞ്ഞാൽ ഉമ്മാക്കായിരുന്നു കൂടുതൽ വിഷമവും ടെൻഷനും. നമുക്ക് നാളെ തന്നെ ഹോസ്പിറ്റലിലൊന്ന് പോയി നോക്കാം. അടുത്ത ആഴ്ചക്കൊന്നും കാത്തുക്കണ്ട. പിന്നെ ആരും വിളിക്കും വേണ്ട. എന്താ, നമുക്കവിടെ പോകണം. നുസ്രത്തെ, ഇജി വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയണത്? ഓൾക്കൊരിതും പറ്റിയിട്ടില്ല. ഷാമോൻ അത്രക്കാരനും അല്ല. പിന്നെ ഇപ്പം എന്താ അത്? എന്താണ് റബ്ബെ ഇങ്ങനൊക്കെ ഒരു പ്രശ്നം? ഉപ്പ ഉമ്മയെ ചീത്ത പറയുന്നു. നിങ്ങൾക്കത് പറഞ്ഞാൽ മതി. എൻ്റെ കുട്ടി അനുഭവിച്ച കണ്ണീരിനും കയ്യിനൊരു കണക്കുമില്ല. ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാ എന്താ വെച്ചാൽ ചെയ്യാം. ഒന്നൊരു കുഴപ്പമുണ്ടാവില്ലാന്നേ. ഇജി വിഷമിക്കാതിരിക്കേ. നുസിയെ, ഉപ്പാൻ്റെ കുട്ടി വിഷമിക്കണ്ടട്ടാ. ഒന്നുകൊണ്ടും ഉപ്പുണ്ടല്ലോ കുട്ടിക്ക്. പിന്നെ ഷാമോന് തെറ്റൊന്നും ചെയ്യാത്ത ആളാണ്. ഓൻ അങ്ങനെ എന്തെങ്കിലും ഒരു മാനസിക പ്രയാസം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ പോയതായിരിക്കും. സാരല്ല, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേ റബ്ബേ. ഉപ്പ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഇക്ക് വിളിച്ചോളും. ആയിക്കോട്ടെ. ഉപ്പാൻ്റെ കുട്ടിക്ക് ഉപ്പുണ്ടല്ലോ എല്ലാത്തിനും കേട്ടോ. ഓനൊരു തെറ്റും ചെയ്യുന്ന ആളല്ലല്ലോ. എനിക്ക് ഓനെ പണ്ടേ ബോധ്യപ്പെട്ടതാണ്. എന്നെ കിട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഓനറിയാം. എന്തൊക്കെ തന്നെയായാലും നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോடு നിൽക്കി. പിന്നെ രാത്രി ഒന്ന് വിളിച്ചു നോക്കി. വേണ്ട. എന്തിന്? ഉമ്മയുടെ ആ ഒരു വാക്ക് അല്ലേ. അവിടെ ആരും ഇല്ലാത്തല്ല, അവിടെ പോയി കിടക്കണ്ട, ഇവിടെ വന്ന് കിടന്നോട്ടെ എന്ന് പറയാനേ. എന്തിനാണ്? ഒന്ന് കൊണ്ടാക്കി അകത്തൊക്കെ വേണ്ട, ഈ വരാന്തമ്മൊക്കെ ഒന്ന് കയറ്റി കൊടുക്കാനും കൂടി ഒഴിവില്ലാത്ത ഓനെ ഞാൻ വിളിക്കണമൊന്നുമില്ല. ഉമ്മ ദേഷ്യത്തിനാണ് ഷമ്മാസിനോട്. എടി, അമ്മായിമ്മപ്പോര് സാധാരണ പെണ്ണുങ്ങൾ മരുക്കളോട്, അമ്മായിമാർക്ക് പുതിയാപ്പിളാരന്മാർ, ഇത് നേരെ തിരിച്ചാണല്ലോ. മരുവനോട് അമ്മായിമ്മപ്പോര് എടുക്കുക ഇജ്. ഉപ്പ അത് തമാശയാക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ തമാശ, ഇതിൻ്റെ കുട്ടീൻ്റെ ജീവിതമാണ്. നിങ്ങൾക്ക് അതൊക്കെ തമാശയാക്കിയാണ്ട് എടുക്കുങ്ങൾ. ഞാൻ തമാശാക്കിയതല്ല അല്ലേ. ഓനപ്പം എനിക്ക് നല്ലോണം ദേഷ്യമുണ്ടല്ലോ. ഓൻ്റെ അമ്മ പോലും ഓനോട് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഒന്നുമല്ല, ഓനായിട്ടാണ് വിളിച്ചത് എൻ്റെ കുട്ടീനെ. ഇവളും അങ്ങനെ തന്നെ പോകാൻ വേണ്ടി നിൽക്കല്ലേനോ. ഉമ്മ പറഞ്ഞിരുന്നു ഇവിടെ കുറച്ച് ദിവസം നിന്നോന്ന്. കേട്ടില്ല. ഓനക്കും പറ്റിയില്ല, ഓൾക്കും പറ്റിയില്ല. രണ്ടാളും ഒത്തൊരുമിച്ചാണ് പോയി. ഇപ്പോൾ പേരിനൊരു പെരിയൊരു വീട്ടുവേലക്കാരത്തിനും വെച്ചേക്കണമെന്ന് പറഞ്ഞു. ആർക്കറിയാം എന്തൊക്കെ കാട്ടിക്കൂട്ടിക്കണമെന്നാവോ. ഒരാളെ മനസ്സ് മാറ്റാനേ ചില ആളുകളുണ്ട്, അതിനായിട്ട് നടക്കണം. ഈമാനില്ലാത്ത ആൾക്കാർ. ഈ ഈമാനില്ലാത്ത ആൾക്കാർ ഒന്നും ചെയ്യാനും മടിക്കൂല. എന്തൊക്കെ അയക്കണാവോ. ഓന് വെറുതെ ഒന്നല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വിടണന് ഇഷ്ടമില്ല. പിന്നെന്താ, എൻ്റെ കുട്ടി ഇവിടെ പ്രസവിച്ച് ഇവിടെ നിർത്താം. അല്ല അപ്പം എന്താ കാട്ടണ്?
ഉള്ള വെള്ളം കുടിച്ച് കഴിയണം. പുത്തൻ വീട് തറവാട് വലിയ പേര് കേട്ട തറവാടല്ലേ. അവിടുത്തെ ആൾക്കാർക്കൊക്കെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടീനെ വിടാനൊന്നും ആവില്ല. ഉമ്മ അപ്പോഴേക്കും പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഉപ്പ പറഞ്ഞു, ഇജൊന്ന് സബൂറാക് നുസ്രത്തെ, ഇജൊന്ന് സബൂറാക്. എന്നാൽ ഇതെല്ലാം കേട്ട് നുസൈബ കരയുകയാണ്. മോളെ, ഉമ്മ വിളിച്ചു. ഉമ്മ, ഈ ഓനെ ആലോചിച്ചിട്ട് കരയണ്ട. നമ്മളെ പഠിച്ച റബ്ബി അമ്മക്ക് എന്താണ് വിധിച്ചത് അത് വരും. സത്യം പറഞ്ഞാൽ നുസൈബയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ, തൻ്റെ പഴയകാല ജീവിതത്തിൻ്റെ ഓർമ്മകൾ അതങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. അതെ, ഇതുപോലെ ഒരു നിമിഷങ്ങളായിരുന്നു ഞാൻ പിന്നിട്ട് പോയിരുന്നത്. പക്ഷേ അന്ന് ഞാൻ ഒറ്റത്തടിയായിരുന്നു. ഇപ്പോഴെനിക്ക് അതാ ഒരു കുഞ്ഞു ഷാമോൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട്. റബ്ബേ, അവളത് ആലോചിക്കുമ്പോൾ തൻ്റെ കുഞ്ഞ് വയറ്റിൽ കിടന്ന് ഇളകുന്നുണ്ടായിരുന്നു. അവൾക്ക് അത് വല്ലാത്തൊരു സന്തോഷമുള്ള നിമിഷമാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിനുള്ളിൽ ചെറിയൊരു ബേജാറും ഉണ്ട്. സമയം രാത്രി ഇരുട്ടിക്കൊണ്ടിരിക്കുന്നു. നുസൈബയുടെ മനസ്സിൽ ബേജാറ് കൂടിക്കൊണ്ടിരിക്കുന്നു. പഠിച്ചോനെ, ഷാമോൻ എന്തായിരിക്കും ചെയ്യുക? വിളിച്ചു അത് ഉമ്മ പറഞ്ഞു വിളിക്കണ്ടെന്ന്. പഠിച്ചോൻ, എനിക്ക് കഴിയില്ലല്ലോ വിളിക്കാതിരിക്കാൻ. എൻ്റെ ഷാമോൻ എവിടെ ആവോ? എന്താ പറ്റിയതാവോ? എന്തോ പറ്റിക്കണം. എന്നോടൊരിക്കൽ പോലും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. എന്തോ പറ്റിയതാണ്. അല്ലാതെ അവൾ തൻ്റെ പ്രിയപ്പെട്ട പുതുമാരനെ ഓർത്തു. റബ്ബേ, പഠിച്ചോനെ, എൻ്റെ ഷാമോൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പിന്നെ എന്തായിരിക്കും? അവൾ ഓരോന്ന് ഓർക്കുകയാണ്. ഉമ്മ പറഞ്ഞത് കേൾക്കാതെ ഓടി. അതെ, ഷാമോൻ്റെ അടുത്തേക്ക്. എനിക്കിവിടെ നിൽക്കാൻ കഴിയൂല എന്ന് തന്നെ തോന്നി ഷാമോനെ വിചാരിച്ചിട്ട്. ഷാമോനാണെങ്കിൽ അതിലേറെ പ്രയാസം. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഒത്ത് എന്നെ കൊണ്ടുവരാൻ വന്നതും. അപ്പോഴേക്കും എൻ്റെ റബ്ബേ, സമാധാനത്തോടെ ഒരു ദിവസം നിന്നു, അതേ പറയാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും മറ്റോൾ കയറി വന്നു. എനിക്കാണെങ്കിൽ ഓരോരുത്തർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്, വേദനയാണ്. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിക്കും. റബ്ബേ, ഒരാളെക്കുറിച്ചും ഞാനൊരു ദുഷ്ടചിന്തയോടെ ഒരാളെയും കരുതിയിട്ടില്ലല്ലോ. പഠിച്ചവനെ, എന്നെ നീ കൈവിടല്ലേ. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നുസൈബ ആ കട്ടിലിൽ ചെരിഞ്ഞു കിടന്നു. അതെ, ഷാമോൻ തൻ്റെ അടുക്കൽ വന്ന് വിളിക്കുന്ന പോലെ, ഹിജാബി, എന്താ പെണ്ണേ, നീ എന്താ ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ലേ? എൻ്റെ പെണ്ണേ, നിൻ്റെ മുഖം കാണാൻ എന്ത് ഭംഗിയാണിടി. പഴയതിനേക്കാളും ഒന്നുകൂടെ ഭംഗിയായിട്ടുണ്ട്. ഷാമോൻ്റെ ആ വാക്കുകൾ അതാ നുസൈബയുടെ ചെവിയിൽ പതിയുന്നു. അല്ലാ, അതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. പഠിച്ചോനെ, ഒക്കെ കഴിയണില്ല കേട്ടോ ഷാമോല്ല നിൽക്കാൻ. പഠിച്ചോനെ, എനിക്കറിയുന്നില്ല. എന്നാൽ ഈ സമയം ഷോപ്പിൽ ഷാമോനെ എന്തെന്നറിയില്ല, അവൻ്റെ ആ ഒരു സ്വഭാവത്തിലെല്ലാം വല്ലാതെ മാറ്റം വന്ന പോലെ എന്തൊക്കെയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഷോപ്പിലെ കാര്യങ്ങളൊന്നും ചിന്തിക്കുവാനും ഒന്നിനും കഴിയുന്നില്ല. എന്താ ബോസേ ഇന്നിങ്ങനെ? എല്ലാവരും ചോദിക്കുന്നു. ബോസിൻ്റെ വൈഫ് ഉണ്ടാവില്ലല്ലേ, ഉമ്മ ലേറ്റ് ആയിരിക്കും. ഷമ്മാസ് ഒരു ചെറു ചിരിയോടെ അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറയുന്നു. എല്ലാവരും ഷമ്മാസിൻ്റെ മാറ്റത്തിൽ വളരെയധികം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തോ സാറിന് പറ്റിയിട്ടുണ്ട്, അല്ലാതെ ഇപ്പോൾ ഇങ്ങനെയൊന്നല്ല. മറ്റത് ഫുഡൊക്കെ ആണെങ്കിലും ഇഷ്ടമുള്ള കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് ക്യാഷ് തരല്ലോ. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലല്ലോ, എന്തു പറ്റി? അവരും അതിൻ്റെ ആശങ്കയിൽ തന്നെയായിരുന്നു. ഷമ്മാസ് പള്ളിയിലേക്ക് പോയി ളുഹറിന് പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നേയില്ല. സാധാരണത്തെ രീതിയിൽ നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഫുഡ് ചിലപ്പോൾ സ്റ്റാഫിനെ കൂട്ടി പോയിട്ട് ഒരുമിച്ച് കഴിച്ച് തിരിച്ചു വരും. പക്ഷേ അന്ന് ഫുഡിൻ്റെ സമയമായിട്ടും ഒന്നും വരുന്നില്ല. അവിടെ ആ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്. പലരും ചോദിക്കുന്നു, എന്താ ഷമ്മാസ് ഇന്ന് ഷോപ്പില്ലേ എന്നൊക്കെ. ഉണ്ട്. പിന്നെന്താ ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് പലരോടും പറഞ്ഞ് ഒഴിവാക്കി വിടുന്നുമുണ്ട്. എന്നാൽ ഷമ്മാസ് എന്ത് ചെയ്യും? ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണോ അതോ പോകണ്ടയോ? ഒന്നിനും തോന്നുന്നില്ല. റബ്ബേ, മൊത്തത്തിലൊരു മൂഡ് ഓഫ്. ചുരുക്കി പറഞ്ഞാൽ ഷമ്മാസിൻ്റെ ആ പഴയ ഇൻട്രസ്റ്റ് എല്ലാം പോയിരിക്കുന്നു. നുസൈബയെ പോലും ഓർക്കുവാൻ ഷമ്മാസിന് സമയം കിട്ടുന്നില്ല എന്നർത്ഥം. അല്ലെങ്കിൽ ഷോപ്പിൽ പോയാൽ 100 വട്ടം വിളിക്കുന്ന നുസൈബയെ അന്നൊരിക്കൽ പോലും അവൻ വിളിക്കുന്നില്ല. അതെ, അവളെക്കുറിച്ചുള്ള ഓർമ്മ തന്നെ ഷമ്മാസിന് ഇല്ലാതെയായിരിക്കുന്നു എന്നർത്ഥം. സമയം രാത്രിയായി. ഷമ്മാസ് ഷോപ്പടച്ച് എല്ലാവരും
ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു ഷമ്മാസ്. എന്നാൽ ഷോപ്പ് അടക്കുവാൻ സമ്മതിക്കുന്നില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അടച്ചോളാം, നിങ്ങളൊക്കെ പോയിക്കോളി. അല്ല ബോസേ, 10 മണി വരെയാണ് ഇവിടുത്തെ ടൈം. ഇനിയിപ്പോൾ എങ്ങോട്ടാ? അല്ല, ഞാൻ വരാം. എല്ലാവരും അതാ തിരിച്ചു പോകുന്നു. ബോസിന് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ആ രാത്രിയിൽ ഷമ്മാസ് വീട്ടിലേക്ക് പോകുവാനേ തോന്നുന്നില്ല, എന്താണെന്നറിയില്ല. എന്നാൽ ഈ സമയം 10 മണി കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഹലോ. ഷമ്മാസ് ഫോൺ എടുത്തു. ഇക്ക, ഇങ്ങോട്ട് വരുന്നുണ്ടോ? എങ്ങോട്ട്? എന്തിന്? ആ ഒരു വാക്ക് കേട്ട് നുസൈബ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. റബ്ബേ പഠിച്ചോനെ, ആരെ വിളിക്കുന്നത്? ഷമ്മാസിനെ എന്തൊക്കെയോ പറയേണ്ടി എന്നറിയുന്നില്ല. അവൻ പെട്ടെന്ന് ഫോൺ കട്ടാക്കുകയും ചെയ്തു. നുസൈബ ആകെ തളർന്നു പോയി. ഇല്ല, എൻ്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് എന്നെ മനസ്സിലാകുന്നു പോലുമില്ല. അദ്ദേഹത്തിന് എന്താ പറ്റിയാവോ എനിക്കറിയുന്നില്ല റബ്ബേ. ഉമ്മയോടൊന്ന് പറഞ്ഞാലോ? വേണ്ട, അവർ വെറുതെ വിഷമിപ്പിക്കണ്ട. പഠിച്ചോനെ, എൻ്റെ ഭർത്താവിൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കല്ല. എൻ്റെ ഭർത്താവ് ആളാകെ മാറി. അതെ, എന്നെപ്പോലെ ഓർമ്മയില്ലാത്ത രീതിയിലാണ് സംസാരം കേട്ടാൽ. റഹ്മാനെ, നീ കാത്തു രക്ഷിക്ക്. എന്നാൽ ഈ സമയം അതാ ഷെറീനയും അനിയത്തി റാഹിലയും ഫോൺ ചെയ്യുകയാണ്. അതെ ഇത്താത്ത, ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടിയേക്കണ്. ഞാൻ വീട് വേണമെന്നൊക്കെ പറഞ്ഞേക്കണ്, വാടക വീടെന്ന്. അതൊക്കെ വെറും കള്ളത്തരം പറഞ്ഞതാണ്. ആയിക്കോട്ടെ. എടി, ഷമ്മാസിൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്ന് തുടങ്ങിനോ? മാറ്റങ്ങൾ വരാൻ മാത്രമൊന്നുമില്ല. ഓല് നല്ല സ്നേഹത്തിൽ തന്നെ. ഓല് രണ്ടുപേരെയും ഒന്ന് ആ സ്നേഹബന്ധം ഒന്ന് ഒഴിവാക്കണം. അവർ ഭയങ്കര ഓവറാണ്. അത് പലർക്കും ഇഷ്ടമല്ല. അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് തന്നെ പലർക്കും ഇഷ്ടമല്ല. ഒരാൾ ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ അനിയൻ കെട്ടിക്കണത്. അപ്പോൾ പിന്നെ എന്താ ഓളൊക്കെ ഒരു സുഖം. ഫസീൽ എന്നോട് കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, എങ്ങനെങ്കിലും അവരെ വേർപ്പെടുത്തണം എന്നുള്ളത്. പിന്നെ മറ്റോലേതായാലും ഇവിടെ ഇല്ലല്ലോ. അവൾക്ക് എല്ലാം കൂടി ദേഷ്യമാണ്. അവിടുത്തെ കുടുംബം മൊത്തത്തിൽ കുളം തോണ്ടണം എന്നുള്ള ചിന്ത മാത്രമാണ് ഓൾക്കുള്ളത്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും എന്നോട് ഓളൊരു കാര്യം പറഞ്ഞിരുന്നു, ഞാനത് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഞാൻ ഈ വരുന്ന തലേ ദിവസം അവനക്ക് നല്ല അടിപൊളി ചായയും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. സത്യത്തിൽ കാണാം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഓൻ്റെ സ്വഭാവ മാറ്റങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അതിനുള്ള പണിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടടി. ഇത്താത്ത, എന്താണ് നിങ്ങൾ ചെയ്തത്? ഒന്നുമില്ല, ഓല തമ്മിൽ ഒന്ന് വേർപിരിക്കണം, അതാണ് ലക്ഷ്യം. അത് വേണോ ഇത്താത്ത? ഇപ്പോൾ ഓളൊരു ഗർഭിണിയല്ലേ ഈ സമയത്ത്? അനിയത്തിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഷെറീന, ഓഹോ, അനക്ക് പോലോട് അനുകമ്പായില്ലേ? ഞാനും ഫസീലും പണ്ടേ പോലെ ശത്രുക്കൾ തന്നെയാണ്. അത് അവിടെ ആ തള്ളക്ക് കുറച്ചേറാണ്. ഓല് എപ്പോഴും മറ്റുള്ള ഇങ്ങനെ പൊന്തിച്ച് വെക്കുന്ന പരിപാടിയാണ്. അപ്പോഴേ ഫസീല എന്നോട് കാര്യങ്ങൾ പറഞ്ഞേക്കണേ. രണ്ടാളും എന്താണ് ഓല സ്നേഹം കാട്ടിക്കൂട്ടലും നമ്മളൊന്നും ഒന്നും അല്ലാത്ത രീതിയിലാണ്. അപ്പോൾ ആ ഒരു സ്നേഹബന്ധം കുറച്ചൊന്നും കുറക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഡോസ് അത് ഞാൻ ചോദിച്ച് വാങ്ങി തന്നെയാണ്. അത് ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കണ്. ഇത്താത്ത, അത് വേണ്ടില്ലായിരുന്നു ഈ ഒരു സമയത്ത്. ഏതായാലും നമ്മൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയില്ലേ, എൻ്റെ അടുത്തുള്ളത് തന്നെ എനിക്ക് പേടിയുണ്ട്. അഥവാ പിടിക്കപ്പെട്ട മൊത്തത്തിൽ പോകുട്ടോ. ഇടി അങ്ങനെയൊന്നും പിടിക്കപ്പെടൂല. അതൊക്കെ ഐഡിയപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ അല്ലേ. പിന്നെ അഥവാ പിടിക്കപ്പെട്ടാൽ എൻ്റെ പേര് പറയരുതേ. എന്താ ഇത്താത്ത നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? ഇങ്ങളെന്നല്ലേ എന്നെ ഇതിനൊക്കെ ഏൽപ്പിച്ചത്? അങ്ങനല്ലടി, എൻ്റെ പേര് ഒരിക്കലും പറഞ്ഞു പോരുത്. ഇജ്ജ് വേറെ എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ പേര് പറയരുത് കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ നമ്മളൊക്കെ പെടുന്ന കേസാണത്. പിന്നെ ഷമ്മാസ് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വഭാവമാറ്റം വരലും എല്ലാം കൂടി അതിൽ പെടും. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ പേര് പറയരുത് കേട്ടോ. ഇത്താത്തയാണെന്ന് പറഞ്ഞെന്ന് പറയുക ചെയ്യരുത്. എവിടെയെങ്കിലും അറിയാതെ എവിടെയും നാട്ടിൽ പോയിട്ട് ജ്വല്ലറി കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. പഴയ സ്വർണ്ണാഭരണങ്ങളൊക്കെ ആണത്, കട്ടിങ് കാനുള്ള ടൈപ്പ് കാരം. എന്തായാലും ഞാനൊന്ന് അങ്ങോട്ട് വരാം കാണാൻ. ഏതായാലും ഇവിടെ കുട്ടികളെ മക്കളെ ഒന്നും ഞാൻ കൊണ്ടുവരണില്ല. എൻ്റെ ഭർത്താവായ അയാളോട് ഞാൻ പറയണില്ല. ഇത്താത്ത, ഒരു കാര്യം പറയണം വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഷാമോനോട് എന്നെ അങ്ങോട്ട് ആക്കിത്തരാൻ. അപ്പോൾ ഓട്ടോ വിളിച്ചെന്നപ്പോഴേ അത് അളിയനായിരുന്നു. എന്നിട്ട് എന്നെ കണ്ടോ? എന്നെ കണ്ടു. പക്ഷെ ഓൻ പറഞ്ഞു ഞാൻ വേറെ ഏൽപ്പിച്ചരാ എന്നൊക്കെ പറഞ്ഞുകാണ്ട് വേറെ ഏൽപ്പിച്ച് കൊടുത്തു. പഠിച്ചോനെ, ഞാനത് രഹസ്യമാക്കി വെച്ചതായിരുന്നു. അപ്പോത്തിന് ചങ്ങായി അവിടെ എത്തിയോ? ഈ ഒരു
മണ്ടക്കുണാപ്പിനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ആ ഓട്ടോറിക്ഷയിട്ട് ഓടുന്നല്ലാതെ ഒരു തൻ്റെയുടെ ഉഷാറില്ലാത്തൊരു സാധനമാണിത്. എനിക്ക് കണ്ടുകൂടെ തന്നെയാണ്. ഇത്താത്ത ഏതായാലും അങ്ങനെയൊക്കെ സംഭവിച്ചേക്കണേ. ഇനി നിങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്തോളി. ഞാൻ എൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചു. നിങ്ങൾ പറഞ്ഞേ, ഞാൻ ഇനി ഒന്നിനുമില്ല കേട്ടോ. റാഹിലയുടെ വാക്ക് കേട്ട് ഷെറീന പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം, എന്തായാലും നോക്കട്ടെ. അങ്ങനെ ഏതാ ഷെറീന ഉമ്മയോട് പറഞ്ഞു, ജമീല താത്തയോട്, ഉമ്മ ആ ഞാൻ ഒരു വഴിക്ക് പോയി തരാം. ഓ എന്തിപ്പോ ഒന്ന് പറയാൻ തോന്നിയത്? അതാണുള്ള കേട്. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയും എന്താ ഇങ്ങനെയെന്ന്. പറഞ്ഞില്ലെങ്കിൽ വരെ മുണ്ടാതെ പോയത്. ഇങ്ങോട്ട് പിന്നെ എന്താ ഞാൻ ചെയ്യാം? കാര്യപ്പെട്ട എന്തോ ഉണ്ടല്ലോ, അതാണല്ലോ പറഞ്ഞിട്ട് പോണത്. ആ ഒന്നുമില്ല, പെരയിലെത്തുനിന്ന് പോയി തരണം, ഉമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട്. ആ ആയിക്കോട്ടെ. കുട്ടികളെ ഒരാളും കൊണ്ടുപോകണില്ല, ഒക്കെ ഇവിടെ നിൽക്കട്ടെ. സത്യം പറഞ്ഞാൽ അവളുടെ ആ പോക്ക് ഉമ്മാക്കും റഷീദൊന്നും ഒട്ടും ഇഷ്ടമല്ല. പെട്ടെന്ന് റഷീദ് അങ്ങോട്ട് വന്നു. എങ്ങോട്ടാ? മാറ്റിയിരുന്ന എങ്ങോട്ടാ? എൻ്റെ വീട്ടിലൊന്ന് പോകണ്ട്, ഉമ്മാക്ക് സുഖമില്ല. ഉമ്മാക്കിപ്പോൾ എന്ത് കേട്? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എന്താ, നിങ്ങളെ മാന മാത്രം നോക്കി നിൽക്കലേ എനിക്ക് നടക്കുള്ളൂ, വേറൊന്നും നടക്കൂലേ? ഞാൻ പോവാണ്. ആഹാ, എന്നെ പെറ്റി പോറ്റി വളർത്തിണ്ടാക്കിയത് ആ ഉമ്മയാണ്, അല്ലാതെ ഇവിടുത്തെ ഉമ്മല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നു. കുട്ടികളൊക്കെ നല്ല നോക്കിക്കൊണ്ട്, ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ ഒരു കുട്ടീനേറ്റും കൊടുത്തിട്ടില്ല. എടി കുട്ടീനെ ചെറുതിനെ കൊണ്ടേക്ക വേണ്ട, ഞാൻ വന്നപ്പോൾ കുട്ടീനേറ്റ് അങ്ങോട്ട് വന്നീൻ്റെത് അല്ലല്ലോ. അവിടെ നോക്കിക്കോളി, ഇവിടെ വന്നതിൻ്റെ ശേഷം എനിക്ക് കുട്ടികളുണ്ടായത്. സത്യം പറഞ്ഞാൽ ജമീല താത്ത പഠിച്ചവൻ ഓരോ പൊട്ടത്തരം കൊണ്ടിങ്ങോട്ട് വരും എന്ന് പറഞ്ഞു അകത്തേക്ക് പോയി. അവൾ വേഗം ധൃതിയിൽ പോവുകയാണ് അവളുടെ അനിയത്തിയുടെ അടുക്കലേക്ക്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസും നുസൈബയും നല്ല രീതിയിൽ ഒരുമിക്കണം. അവർക്ക് യാതൊരു രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ സ്റ്റോറി കേൾക്കുന്ന മുക്കാൽ ഭാഗവും ആളുകൾ. എന്തൊക്കെ തന്നെയാലും നമുക്ക് ആ നല്ലൊരു ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഒരിക്കൽ കൂടി.